Okay, Inspiron 3000 series ആണ്. Core i7 7th generation. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യണം. ഇതിൻ്റെ മോഡൽ അല്ല, സീരിയൽ നമ്പർ, സൈസ് ടാഗ്, മോഡൽ നമ്പർ ഓക്കെ, P63F. വലിയ കാര്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിത് അഴിക്കണം. അഴിച്ചിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ കീബോർഡ് അഴിക്കണം. ഇപ്പോൾ 1 2 3 4 ക്ലിപ്പാണ് ഉള്ളത്. ഇതിൻ്റെ സൈഡിലൊന്നും ഇങ്ങനെ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ഫ്ലാറ്റിനെ കുറച്ച് നല്ലത് കേട്ടോ. തന്നെ തിക്കിയിട്ട് ഒരു കുറച്ച് വലിപ്പമുണ്ട്. എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് അതെടുത്തത്. കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് എടുക്കാം. പിന്നെ സ്പീഡ് എടുക്കരുത്, ഡിസ്റ്റർബ് വേറുണ്ട്. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ സംഭവം ഇവിടെ ക്ലിപ്പാണ്, എടുക്കാവുന്നതാണ്. കീബോർഡ് പുറത്തേക്ക് എടുക്കാം. ഇത് കംപ്ലീറ്റ് അഴിക്കാതെ നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഹാർഡ് ഡിസ്ക് മാറ്റാൻ സാധ്യത. ഇത് കംപ്ലീറ്റ് കവറാണ്. ചില മോഡലിൽ ഇവിടെ സൈഡ് മാത്രമേ ഇതിൻ്റെ അടിവശം ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ഹാർഡ് ഡിസ്ക് മാറ്റാവുന്നതാണ്. അതങ്ങനെ പറ്റത്തില്ല. അപ്പോൾ ഈ വയർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ എടുക്കുമ്പോഴും ഇത് കണക്ട് റിട്ടേൺ വെക്കുമ്പോഴും വലിയ ഡേഞ്ചർ പിടിച്ച കേബിളാണ്. അത് ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഈ കേബിൾ വല്ലാതെ ഡേഞ്ചറായിട്ട് പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ. സീറ്റ് റൂമിൻ്റെ കേബിളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഈ കേബിൾ കൈകാര്യം ചെയ്യണമെങ്കിൽ. ഓക്കെ, എല്ലാവരും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന സംഭവം. അപ്പോൾ നമ്മൾ കവർ എടുക്കുമ്പോൾ അത് വലിഞ്ഞ് പൊട്ടും. പ്രാവശ്യം ഇന്ന് പൊട്ടിയിട്ടുണ്ട്, അനുഭവം ഗുരു. അപ്പോൾ അത് കഴിഞ്ഞു. സ്ക്രൂ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്രൂ, സീറ്റ് റൂമിൻ്റെ പുറത്തുനിന്നുള്ള സ്ക്രൂ നമുക്ക് തോന്നി, പക്ഷേ പുറത്തുനിന്നല്ല, സ്ക്രൂ ഉള്ളിലാണ്. വേണ്ടൊക്കെ പുറത്തുനിന്ന് വലിച്ചാൽ കിട്ടും. അഥവാ ഇനി പുറത്തുനിന്ന് വലിച്ചതിൻ്റെ ഡോറ് മൊത്തമുള്ളത് കൊണ്ട് നമുക്ക് വല്ല വിഷയം ഉണ്ടെന്നെങ്കിൽ ഇങ്ങനെ തിക്കെടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ നല്ലതാണ്. തിക്കെടുക്കാനും ഇവിടുന്ന് എളുപ്പമില്ലാത്തത് കൊണ്ട് നാട്ടിൽ സ്ക്രൂ ഉണ്ട് കണ്ടില്ലേ, ഇതുകൊണ്ട് ഇത് പോകുന്നില്ലേ. അതുകൊണ്ട് പോരാണ്ടിരിക്കാനും ഇതുമ്മൊന്ന് പ്രശ്നമാണ്. ഇത് വലിയ കുഴപ്പമില്ല, ഇതുമ്പോൾ തന്നെ വെക്കാവുന്ന ഡ്രസ്സിങ് ഉള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയാലോ എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ പറഞ്ഞത്. അഴിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് തിക്കി നോക്കാം. ഇതിന് കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അത് ഇവിടുന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് ഈ സംഭവം ക്ലിപ്പ് പോരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ലെവലിലും കൂടെ എടുക്കാം, ഇത്രയേ പറ്റൂ. ടൈറ്റായിട്ട് ഇരിക്കൊണ്ട് വരും. പിന്നെ സ്ക്രൂ അയച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പുള്ളിനൊക്കെ ശ്രദ്ധിച്ച് വേണം. ഇതൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ തിക്കിട്ടെടുക്കാം. എന്നിട്ട് ഇതാണ്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, സാധാരണ ചിലതൊക്കെ പൊട്ടിപ്പോരാറുണ്ട്. അല്ല, അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ഗ്ലൂ വെച്ചിട്ട് പൊട്ടിക്കാം. സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ വരുന്ന കേസുകളാണ്. അപ്പോൾ ഇവിടെ വേറെ സ്ക്രൂകളില്ലാന്ന് തോന്നുന്നു. ഇനി നമുക്കിത് അഴിക്കണം. അഴിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോർ നമുക്ക് എടുക്കാം. കൂടാതെ സീറ്റ് റൂമിൻ്റെ അടിയിൽ 2 സ്ക്രൂസ് ഉണ്ട്. ഇവിടെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ.
ഞാൻ ഈ സംഭവം വെച്ചാണ് ചെയ്യാറ്. കുറച്ചുകൂടെ എളുപ്പമാണ്, എനിക്ക് എളുപ്പമാണ്, എല്ലാവർക്കും എന്നറിയില്ല. എന്നാലും ഓരോരുത്തർ ഇഷ്ടമേനം പോലെ ഓരോരുത്തർ ചെയ്യുക. നിങ്ങൾ പോന്നു കഴിഞ്ഞാൽ ഡോർ എടുക്കാവുന്നതാണ്. ഒരു സ്ക്രൂ എവിടെയോ നമ്മൾ പിടിച്ച് വലിക്കണമെന്നൊരു സംശയമുണ്ട്. എന്നാലും നോക്കാം, വശം നോക്കട്ടെ. സ്ക്രൂ ഒന്നും കാണുന്നില്ല, നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് പൊക്കാം. ഇതിൻ്റെ ഇടയിൽ സ്ക്രൂ ഉണ്ടോയെന്ന് നോക്കിക്കാണണം. ഇല്ലയെന്നാണ് മനസ്സ് പറയണത്. ഇവിടെയൊക്കെ ചെറിയ ലോക്കുകളൊക്കെ ഉണ്ടാവും. ഒക്കെ നമ്മൾ ലോക്കാണോ ഉള്ളിൽ സ്ക്രൂ ആണോ നോക്കായി. സ്ക്രൂ ഇനി ഉണ്ടാവാൻ ചാൻസിലില്ല. ഒരു പരിധി സ്ക്രൂ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരെണ്ണം ഉണ്ടോ അപ്പോഴും മിസ്സിങ് ആണ്. നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ സെറ്റ് വീടെടുക്കാം. ഇതിനകത്ത് ഹാർഡ് ഡ്രൈവിൻ്റെ ഓപ്ഷൻ തന്നെയാണ്. ഹാർഡ് ഡ്രൈവ് M.2 MEM ഒന്നും കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. റാമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. DDR4 ആണ്. ഓക്കെ, M.2ൻ്റെ ഓപ്ഷനും കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അഴിക്കണം. അഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് 480. ഓക്കെ, ഞാൻ കൂടുതലിപ്പോൾ ഇത് തന്നെ ചെയ്യാറ്. 2.5 തന്നെ ചെയ്യാറ്. കാരണം ഹാർഡ് ഡിസ്ക് ഇതിൻ്റെ അത് വെച്ച് പിന്നെ വിടുന്നതിൽ എനിക്കൊന്നും വലിയ താല്പര്യം ഇപ്പോൾ തോന്നാറില്ല. അത്യാവശ്യം പെർഫോമൻസ് 2.5 10x സ്പീഡ് ഉണ്ട്. പിന്നെ പിള്ളേരെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർഡ് ഡിസ്ക് ഒന്ന് ജർക്ക് ചെയ്യുക, ഹാർഡ് ഡിസ്ക് പിന്നെ കംപ്ലൈൻ്റ് ആയി പിന്നെ അതിൻ്റെ അകത്ത് സ്ലോ കാണിക്കും. അതിനേക്കാൾ നല്ലത് ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്ത് കളയുന്നതിനാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് 2.5 ആണ്. മുമ്പൊക്കെ NVMe ഒക്കെ ചെയ്തത്. അത് മാത്രമുള്ള സിസ്റ്റം ആണെങ്കിൽ അത് മാത്രം മതി. ഹാർഡ് ഡിസ്ക് ഉള്ള സിസ്റ്റത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, എൻ്റെ വിൻഡോസ് ഉണ്ട്, അത് ചെയ്യാൻ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, ക്ലോൺ ചെയ്തിട്ട് നമുക്ക് അത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, അത് ക്ലോൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാം. അത് സ്ക്രൂ ചെയ്യട്ടെ. പിന്നെ അറിയാമല്ലോ എൻ്റെ പാർട്ടീഷൻ 2 ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോൾ UEFIയുടെ സംഭവമാണ് ഞാൻ ക്ലോൺ ചെയ്തേക്കുന്നത്. ഇനി പിന്നെ അത് ലെഗസിന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പാർട്ടീഷൻ്റെ ഇത് സെറ്റിംഗ് മാറ്റണം. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് തുറക്കരുതിട്ടാ. ഇത് കാരണം വലിയ ഡേഞ്ചർ പിടിച്ച സംഭവമാണ് ഈ ഇഞ്ചസിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കവർ ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. പിന്നെ ഇതാണ് എൻ്റെ കേബിൾ. ഇതല്ലേ തന്നെ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കാത്തൊരു സംഭവം. ഓക്കെ, മെസ്സേജ് വരുന്നുണ്ട്, എന്നറിയില്ല. ഇതിൻ്റെ കേബിൾ ഈ വഴിക്കാൻ വന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ മുകളിൽ കൂടെ കൊടുക്കുന്നത് കുറച്ചുകൂടെ സൗകര്യം തോന്നുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോഴും നമ്മൾ വെക്കുമ്പോഴും കുറച്ചുകൂടെ അഴഞ്ഞ് കിടക്കുന്ന ഈ ലെവലാണ്. ഈ സ്ട്രിപ്പ് വേറെ ബ്ലോക്ക് ആവാതെ കിടക്കുന്നത്. ഇതിന് മുമ്പ് അയച്ചോണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ശരിക്കും ഇതിൻ്റെ അകത്ത് കൂടെ വരണം കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കൂടെ വെക്കുന്നത് ഇവിടെ കറക്റ്റ് ഫ്ലൈറ്റായിട്ട് കിടന്നോളും. അത് കഴിക്കുമ്പോൾ ഇത് പൊട്ടാനോ ഇതിനൊന്നും ചാൻസില്ല, വലിഞ്ഞ് പൊട്ടാനും ചാൻസില്ല. അപ്പോൾ ഏതാണ്ട് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്ത് നോക്കാമെന്നുള്ളതാണ്. ബാറ്ററി ഇട്ടിട്ടില്ല, ഓൺ ചെയ്ത് നോക്കാം. അതിൽ 2 സ്ക്രൂ ഇട്ടതിന് ശേഷം ഇത് ഓൺ അങ്ങോട്ട് തുറക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇഞ്ചസ് പൊട്ടിപ്പോവും.
ഓൺ ചെയ്യാം. ബാറ്ററി ഓക്കെയാണ്. വിൻഡോസ് വരണോ നോക്കാം. വേറെ എററൊന്നുമില്ലെങ്കിൽ വിൻഡോസ് വരും. ഓക്കെ, വിൻഡോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഇനി ക്ലോൺ ചെയ്ത് ശരിക്കും ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കുറച്ച് സെറ്റിംഗ് ഓൾറെഡി ഉള്ളതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് അതുപോലെ വിൻഡോസിൻ്റെ ആക്ടിവേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതിപ്പോൾ നോർമൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് അഴിക്കുന്ന മെത്തേഡ് ഇതിനകത്ത് ക്ലോൺ ചെയ്ത് ഇതിൻ്റെ ഉൾവശം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓക്കെ, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വർക്കിൻ്റെ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കീബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വർക്ക് ഇത്രേ ഉള്ളൂ. ഈ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.